ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. 21 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. മുതിർന്ന നേതാവ് സന്ദീപ് ദീക്ഷിതാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ നേരിടുന്നത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകനാണ് സന്ദീപ്. ഷീലാ ദീക്ഷിത് തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ് ന്യൂഡൽഹി. 2013 മുതൽ കെജ്രിവാളാണ് മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. ഇത്തവണ കെജ്രിവാളിനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഈ സാഹചര്യത്തിലാണ് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള മുൻ MP കൂടിയായ സന്ദീപ് ദീക്ഷിതിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അതേസമയം ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ബാദ്ലി സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. മുൻ മന്ത്രി ഹാറൂൺ യൂസഫ് ബല്ലിമാരനിൽ നിന്നും മുൻ യൂണിറ്റ് പ്രസിഡന്റ് ചൗധരി അനിൽകുമാർ പട്പർഗഞ്ചിൽ നിന്നും മത്സരിക്കും. ദേശീയ വക്താവ് രാഗിണി നായക് വാസിപൂരിലാണ് മത്സരിക്കുന്നത്. ദ്വാരകയിൽ നിന്നും ആദിർ ശാസ്ത്രി, മുസ്തഫാബാദിൽ നിന്നും അബ്ദുൾ റഹ്മാൻ, സീലംപൂരിൽ നിന്നും രോഹിത് ചൗധരി എന്നിവർ മത്സരിക്കും. അതേസമയം ഇത്തവണ തനിച്ചായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അഴിമതിക്കാരനായ കെജ്രിവാളിന്റെ പാർട്ടിയുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് തങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിയതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഒറ്റയ്ക്കായിരിക്കും പോരാട്ടമെന്നും നേതാക്കൾ അറിയിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാവില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും വ്യക്തമാക്കിയതാണ്. തനിച്ചു വിജയിച്ചു വന്നവരാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ നിയമസഭയിലും ഒറ്റയ്ക്കായിരിക്കും മത്സരം. ഡൽഹിയിൽ 4ാം തവണയും തങ്ങൾ തന്നെ അധികാരത്തിലേറുമെന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. ഈ ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിശക്തമായ മത്സരത്തിനായിരിക്കും ഇക്കുറി ഡൽഹി വേദിയാവുക. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇതിനോടകം തന്നെ പാർട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി തങ്ങളുടെ 2 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. അതേസമയം 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി 3ാം തവണയും അധികാരത്തിൽ വന്നാൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 2100 രൂപ വീതം നിക്ഷേപിക്കുമെന്ന് പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുവേണ്ട രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി അടുത്ത 10-15 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നതിനാൽ തുക ഉടൻ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർഷം മാർച്ചിൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 18 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും മുഖ്യമന്ത്രി സമ്മാൻ യോജനയ്ക്ക് കീഴിൽ പ്രതിമാസം 1000 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് മധ്യപ്രദേശിലെ ലാഡ്ലി ബഹന യോജനയുമായി സാമ്യമുണ്ട്. താഴ്ന്ന ഇടത്തരം വീടുകളിലെ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ലാഡ്ലി ബഹന യോജന. താൻ മുഖ്യമന്ത്രിയായിരിക്കെ മാർച്ചിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഗൂഢാലോചന നടത്തി തന്നെ ജയിലിൽ അടച്ചതിനാൽ മുടങ്ങിപ്പോയതാണ് എന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു.